വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കോണമി എന്ന നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ആ ക്ലാസ് കാണുക. കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് വഴി പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്റർ കാണാം. അതുപോലെ നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ PDF നോട്ട് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. പറ്റാത്തവർ മാത്രം എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടാൻ താമസം ഉണ്ടാകും. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്, ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലം അല്ലേ. അതുപോലെ എക്കോണമി എന്താണ് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി എന്താണ്, നമ്മൾ എന്താണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നു. അതായത് നമ്മൾ നമ്മുടെ പൈസയോ സമയമോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. നമ്മളെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഈ രാജ്യം മൊത്തത്തിൽ ആരോ ആയിക്കോട്ടെ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ 3 ചോദ്യങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് ആ ചോദ്യം? ഒന്ന്, നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലേ. നമ്മൾ എന്ത് പറയും, വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ. എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലിമിറ്റഡ് ആണ് അല്ലേ. എന്താണ് ലിമിറ്റഡ് ആണ്. നമ്മുടെ സമയമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശാണെങ്കിലും ഒക്കെ എന്താണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് വേണം നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപ്പാദന പ്രക്രിയയിലേക്ക് കൊടുക്കാൻ. രാജ്യമാണെങ്കിൽ രാജ്യത്തിൻ്റെ പൈസ എന്ന് പറയുന്നതും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനങ്ങളെന്ന് പറയുന്നതും ഒക്കെ എന്താണ്, ലിമിറ്റഡായ റിസോഴ്സാണ്. അപ്പോൾ അവരെ എന്തിനു വേണ്ടി ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് അല്ലേ. അങ്ങനെ നമ്മൾ റിസോഴ്സിനെ എപ്പോഴും ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എന്താണ്, പ്ലാൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലേ. അല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ചോദ്യമാണ് എന്ത്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലേ. ഹൗ ടു പ്രൊഡ്യൂസ് അല്ലേ. എന്താണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്കൽ 2 രീതികളാണ് ഉണ്ടായിരുന്നത് അല്ലേ. നമ്മൾ കൃഷി ചെയ്യാമെന്ന് വിചാരിക്കുക, നമ്മൾ കുറേ മനുഷ്യരെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയും. നേരെ മറിച്ച് മെഷീൻസ് കൊണ്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നിങ്ങനെ 2 മെത്തേഡുകളാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ചോദ്യം, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നായിരുന്നു അല്ലേ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് കണക്കിലെടുക്കേണ്ടത് അല്ലേ. ഒന്ന്, നമ്മൾ ഈ പ്രോഡക്റ്റ് ആർക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ട്യൂഷൻ ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 10 പിള്ളേർക്ക് തുടങ്ങാം, +1 +2 തുടങ്ങാം, നീറ്റ് കോച്ചിങ് നടത്താം, PSC കോച്ചിങ് തുടങ്ങാം. ഞാൻ എപ്പോഴും നോക്കേണ്ടത് എനിക്ക് മാക്സിമം ഗുണം കിട്ടുന്നത് ഏതാണോ അതായിരിക്കും. കാരണം എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ എവിടേക്ക് കൊടുക്കണം, എൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലേ. എനിക്ക് എന്തുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെ വരുന്നുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട്? 4 എണ്ണം അല്ലേ. ലാൻഡ്, ലേബർ, അതുപോലെ തന്നെ പിന്നെ എന്ത് വരുന്നുണ്ട്, ക്യാപിറ്റലുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്ത് കൂടിയുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഓർഗനൈസേഷൻ എന്നിങ്ങനെ 3 എണ്ണമാണുള്ളത്. അതിൽ ലാൻഡിന് ഞാൻ റെൻറ്റ് കൊടുക്കണം, ലേബറിന് ഞാൻ എന്ത് കൊടുക്കണം, വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടണം, ഓർഗനൈസേഷൻ ഉണ്ടല്ലേ, നമ്മൾ ഈ പറഞ്ഞ എൻ്റർപ്രണർഷിപ്പ് എന്നും പറയും. അതിന് നമുക്ക് എന്ത് കിട്ടണം, പ്രോഫിറ്റും കിട്ടണം അല്ലെ. എന്ത് കിട്ടണം, പ്രോഫിറ്റും കിട്ടണം. അപ്പോൾ ഇത് ഇത്രയും കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ എപ്പോഴും എന്ത് തീരുമാനിക്കേണ്ടത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാജ്യമാണെങ്കിൽ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം. അതോടൊപ്പം തന്നെ രാജ്യത്തിനും എന്തായിരിക്കണം, നിലനിന്ന് പോകാനുള്ള വരുമാനം അവിടെ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ പൈസ അവിടെ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഗുണം അവിടെ നിന്ന് കിട്ടണം. അത് ആലോചിച്ച് വേണം നമ്മൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കണ്ടുപിടിക്കാനായിട്ട്. ഇത് 3ഉമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കോണമിയെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? എക്കോണമിയെ പറ്റിയിട്ടാണ്. എന്താണ് ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ, എക്കോണമിയിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ തരം എക്കോണമികളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കടാ, നമ്മൾ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി എടുത്താലും, നമ്മൾ ഏതൊരു സാമ്പത്തിക കാര്യം എടുത്താലും നമുക്കതിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്താണ്, സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കും. നമ്മളതിനെ എന്ത് വിളിക്കും, പ്രൊഡക്ഷൻ എന്ന് വിളിക്കും അല്ലെ. എന്ത് വിളിക്കും, പ്രൊഡക്ഷൻ. ഉൽപ്പാദിപ്പിച്ചവിടെ വെച്ചിരുന്നാൽ മതിയോ, പോരാ, നമ്മളത് ആൾക്കാരിലേക്ക് എത്തിക്കണം. നമ്മളതിനെ എന്ത് വിളിക്കും, ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും അല്ലേ. എന്ത് വിളിക്കും, ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കടയിൽ തന്നെ വെച്ചാൽ മതിയോ, പോരാ, അതെന്ത് ചെയ്യണം, നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കണം അല്ലേ. നമ്മളതിനെ എന്ത് വിളിക്കും, കൺസംഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, കൺസംഷൻ. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഈ 3 കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ്, സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക, അത് വിതരണം ചെയ്യുക, അത് എന്ത് ചെയ്യുക, വാങ്ങി ഉപയോഗിക്കുക.
നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ പകരം നമ്മൾ എന്ത് കൊടുക്കും അങ്ങോട്ട്? നമ്മളതിൻ്റെ പ്രൈസ് അല്ലെ, നമ്മളതിൻ്റെ എന്ത് കൊടുക്കും? പ്രൈസ് കൊടുക്കും, അഥവാ അതിൻ്റെ വില കൊടുക്കും. ഈ പ്രൈസിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ ഷെയർ എടുത്തിട്ട് ബാക്കി ആർക്ക് കൊടുക്കും? പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾ അയാളുടെ പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കി പൈസ ആർക്ക് കൊടുക്കും? നേരത്തെ പറഞ്ഞ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലേബർ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അല്ലേ ഒരു രാജ്യത്തുള്ളത്? അങ്ങനെ പല പല കമ്പനികളുണ്ട് അല്ലേ, എല്ലായിടത്തെയും തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളി എന്ത് ചെയ്യും? വീണ്ടും സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കും. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണ് നടക്കുന്നത്, അത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെയാണ് നമ്മളൊരു എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ. എക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യത്തെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷനിലൂടെയാണ്. ഇതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് രാജ്യത്തെ ഗവൺമെൻറ് ആണോ കൺട്രോൾ ചെയ്യുന്നത്, അതോ വ്യക്തികളാണോ കൺട്രോൾ ചെയ്യുന്നത്, അതോ ഇനി രണ്ടും ഇവിടെ ഉണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എക്കോണമി എന്താണെന്ന് പറയുന്നത്. സോ ദ ഫങ്ഷൻ ഓഫ് ദ എക്കോണമി എന്തായിരിക്കും? ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഒരു എക്കോണമി? അപ്പോൾ എക്കോണമി എന്ന് വെച്ചാൽ എന്താ? എക്കോണമി ഈസ് ദ വേ എ കൺട്രി ഓർഗനൈസസ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യത്തെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു രാജ്യം ഓർഗനൈസ് ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കോണമി എന്ന് വിളിക്കുന്നത്. എക്കോണമി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആരാണിത് കൺട്രോൾ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ, പ്രൈവറ്റ് ആണോ എന്നുള്ളതാണ് എക്കോണമി എന്ന് പറയുന്നത്. എക്കോണമിക്ക് 2 ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ഒന്ന്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക, റിസോഴ്സിനെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇത് രണ്ടും നടന്നാൽ മതി. അങ്ങനെയുള്ള എക്കോണമിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? എക്കോണമി ഉണ്ടാക്കിയിട്ടുള്ളത് ആരാ? നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ എക്കോണമി എന്ന് പറയുന്നത് മാൻ മെയ്ഡാണ്. മാത്രമല്ല ഇത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ച് മാറാം, രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച് മാറാം, അല്ലെ യുദ്ധം നടന്നാൽ മാറാം, യുദ്ധം നടന്നില്ലെങ്കിൽ മാറാം, പല രീതിയിലും മാറാം. അവിടെ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസും എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അവിടെ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ആയിരിക്കും അവിടുത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, എക്കോണമി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്ത് ഉൽപ്പാദനം, അതുപോലെ വിതരണം, മാത്രമല്ല ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എക്കോണമി എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. അതൊക്കെയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, അതുപോലെ മിക്സഡ് എക്കോണമി. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ 2 എക്സാമ്പിൾ എടുത്താൽ മതി. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് CBSE സ്കൂൾ ആലോചിക്കുക. ഓക്കെ, ഒരു പ്രൈവറ്റ് CBSE സ്കൂൾ ആലോചിക്കുക. മറ്റൊരു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒരു ഗവൺമെൻറ് സ്കൂൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളും ഒരു ഗവൺമെൻറ് സ്കൂളും. ഗവൺമെൻറ് എന്ന് വെച്ചാൽ എയ്ഡഡ് സ്കൂളല്ല, പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ കീഴിലുള്ള സ്കൂൾ. നിങ്ങളൊന്ന് ആലോചിച്ചു. ഓക്കെ, പ്രൈവറ്റ് സ്കൂളിൻ്റെ മുതലാളി ആരാ? അത് അതിൻ്റെ ഉടമസ്ഥനായിരിക്കും, അതിൻ്റെ മാനേജർ ആയിരിക്കും. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാ? ഉടമസ്ഥനാണ്. സർക്കാർ സ്കൂളിൻ്റെ ഉടമസ്ഥൻ ആരാ? സർക്കാരാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന ആരായിരിക്കും? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ആരായിരിക്കും? എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മുടെ ശിവൻകുട്ടി സാറാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ സ്കൂൾ ടൈം മാറ്റണമെന്ന് തീരുമാനിച്ച ആരാ? നമ്മുടെ മന്ത്രിയല്ലേ. അപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? അവിടുത്തെ മാനേജർ, അല്ലെങ്കിൽ അവിടുത്തെ നമുക്ക് ആരെന്ന് പറയാം? അവിടുത്തെ ഓണർ എന്ന് പറയാം. ആരെന്ന് പറയാം? അവിടുത്തെ മുതലാളിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലോ അത് മന്ത്രിയായിരിക്കും. മന്ത്രി എന്ന് പറയാൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മാനേജർക്ക് വേണമെങ്കിൽ ആ സ്ഥലം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂൾ എന്ത് ചെയ്യാം? വിൽക്കാം. അവിടുത്തെ ഫീസ് എത്ര എന്നുള്ളത് തീരുമാനിക്കാം, അല്ല എന്ത് കാര്യവും തീരുമാനിക്കുന്ന മാനേജറാണ്. പക്ഷേ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് അവിടുത്തെ സ്കൂൾ വിൽക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഫീസ് തന്നെ ഇഷ്ടത്തിന് തീരുമാനിക്കാനൊക്കെ പറ്റുമോ? ഇല്ലല്ലോ, സാധിക്കത്തില്ലല്ലോ. അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലേ? അക്കൗണ്ടബിളാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ സ്കൂളിലെ മാനേജർക്ക് പ്രായമായി മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവകാശം ആർക്ക് പോവും? അയാളുടെ മകന് അല്ലെങ്കിൽ അവരുടെ മകൾക്ക് പോവും, അല്ലേ? അവരുടെ ആർക്കാണോ അവർക്ക് പോകും. ആ ലാൻഡ് ആരുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ ആ ലാൻഡ്, സ്കൂള്, ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആരുടെ ആയിരിക്കും? ആ സ്കൂളിൻ്റെ മുതലാളിയുടെ ആയിരിക്കും. ഇനി പ്രൈവറ്റ് സ്കൂളുകൾ നമ്മൾ എപ്പോഴും എന്തുണ്ടാവും? മത്സരം ഉണ്ടാവും, അല്ലേ? മത്സരം ഉണ്ടാവും, അല്ലേ? കാരണം സ്കൂളുകൾക്ക് പിള്ളേരെ കിട്ടിയാലേ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂളുകൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? മത്സരമായിരിക്കും. പക്ഷേ സർക്കാർ സ്കൂളുകൾ നമ്മൾ അങ്ങനെ മത്സരിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഉണ്ടോ? ഒരു കാരണവശാലും അവരെന്ത് ചെയ്യാറില്ല, അത് പരസ്പരം മത്സരിക്കാനൊന്നും പോകത്തില്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെടുത്ത് ഫെസിലിറ്റിയും കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയണം. ഇവിടെ വെറുതെ സോഷ്യലിസം ഒന്നും പറയാൻ നിൽക്കരുത്. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണം, അല്ലേ? നമുക്ക് നല്ല രീതിയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ക്വാളിറ്റിയും തരുന്നത് കൂടുതൽ എവിടെയായിരിക്കും? ഇപ്പോൾ പറയുമ്പോൾ കുറേ പേർക്ക് പിടിക്കത്തില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, അത് പ്രൈവറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് അവിടെ പോകുമ്പോൾ നമ്മൾ ആരാണ്? അവിടുത്തെ കൺസ്യൂമറാണ്, അല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കി ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈവറ്റ് സ്കൂളായിരിക്കും, അല്ലേ? നിങ്ങളുടെ പാരൻസ് മീറ്റിംഗ് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയൊക്കെ അറിയായിരിക്കും. സ്കൂൾ മീറ്റിങ്ങിന് പോവുകയാണ്, പാരൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറായിട്ടുള്ള സ്റ്റുഡൻസും അവരുടെ പാരൻസും അവരുടെ ഇഷ്ടം നോക്കിയായിരിക്കും ആര് പ്രവർത്തിക്കുന്നത്? പ്രൈവറ്റ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന ഓരോ കുട്ടികളുടെയും ഇഷ്ടം നോക്കിയൊന്നും പോകാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ഗവൺമെൻറ്റിന് ഒരു നയം ഉണ്ടാവും, അല്ലേ? ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിനനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ആണോ? അല്ലേ? ഓരോരുത്തരുടെയും ഇഷ്ടം അവിടെ നടത്താൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അവിടെ എന്തായിരിക്കും? ഒരു കളക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും നടക്കുന്നത്. കാരണം ഗവൺമെൻറ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ എന്താണ്? കാരണം പ്രൈവറ്റ് സ്കൂൾ കുട്ടി പോലെ സ്കൂൾ പൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കുട്ടികൾക്കും പാരൻസിനും മാക്സിമം എന്ത് കൊടുക്കും? കെയർ കൊടുക്കും. ആണല്ലോ? ഇത് രണ്ടും മാത്രം ആലോചിക്കുക. ഇനി ഒറ്റ ചോദ്യം, ഒരു രാജ്യത്ത് പ്രൈവറ്റ് സ്കൂൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവിടെ പ്രൈവറ്റ് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? അതൊരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയാം. എന്ന് വെച്ചാൽ അവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, സ്കൂൾ മാത്രമല്ല, ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത് കേട്ടോ, ഒരു ഐഡിയ കിട്ടാൻ. ഒരു രാജ്യത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സ്കൂള്, പ്രൈവറ്റ് ആശുപത്രി, പ്രൈവറ്റ് റോഡ്, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനികളേ ഉള്ളൂ. അവിടെ എന്തില്ല? ഗവൺമെൻറ്റിൻ്റെ ഒറ്റ കാര്യമില്ല. ഗവൺമെൻറ്റിന് ആകെ ഒറ്റ ജോലിയുള്ളൂ. എന്താണ്? രാജ്യത്തെ പോലീസ്, ഈ പറയുന്ന എന്താണ്? ക്രമസമാധാനം പാലിക്കുക, ഡിഫൻസ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ സർക്കാർ ഇടപെടുകയുള്ളൂ. സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ആരാണ്? പ്രൈവറ്റ് വ്യക്തികളാണ് നടത്തുന്നതെങ്കിൽ അതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്കൂൾ പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. സർക്കാർ സ്കൂൾ പോലത്തെ സർക്കാർ സംവിധാനങ്ങൾ അവിടെ ഇല്ല. എന്നാൽ മറ്റൊരു രാജ്യം സങ്കല്പിക്കുക, അവിടെ പ്രൈവറ്റായിട്ട് ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല. നമുക്ക് പ്രൈവറ്റ് സ്കൂൾ തുടങ്ങാൻ അനുമതിയില്ല, പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റില്ല. എല്ലാം തുടങ്ങുന്ന ആരായിരിക്കും? സർക്കാരായിരിക്കും. അതായത് ഫോണെന്ന് പറഞ്ഞാൽ BSNL മാത്രമേ രാജ്യത്തുണ്ടാവുള്ളൂ. സ്കൂളുകളെന്ന് വെച്ചാൽ സർക്കാർ സ്കൂൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആശുപത്രി എന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രി മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രൈവറ്റ് അവിടെ കാണത്തേയില്ല. അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അതാണ് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി. പിന്നെ നമ്മുടെ ഇന്ത്യയുണ്ട്. ഇന്ത്യയിൽ ആലോചിച്ച് നോക്കി, ഇവിടെ പ്രൈവറ്റും ഉണ്ട്, സർക്കാരും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണെന്ത്? മിക്സഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു രാജ്യത്താണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് വ്യക്തികളാണെങ്കിൽ, അതായത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. പിടിയിട്ട് കാണുമല്ലോ. എക്കോണമി ഇൻ വിച്ച് ഓണർഷിപ്പ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ ലാൻഡ്, ലേബർ, ക്യാപിറ്റലും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഇൻഡിവിജ്വൽസ് ആയിരിക്കും, വ്യക്തികളായിരിക്കും, സർക്കാരല്ല. എങ്കിൽ അത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതിനെന്ത് വിളിക്കും? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അവിടെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞു, ഓണർക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവിടെ എന്താണ്? സ്വന്തമായി സാധനങ്ങൾ, പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും സ്ഥാപനങ്ങൾ ഓൺ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ഹാവ് ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലാഭം കൊയ്യുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ, അല്ലേ? സ്കൂളുകൾക്കും അങ്ങനെ തന്നെയാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ കുറവ് മാത്രം, സർക്കാർ അധികം ഇടപെടാൻ പോവാറില്ല, അല്ലേ? ഇനി ഇൻഡിവിജ്വൽ ക്യാൻ സ്റ്റോർ റിസോഴ്സ് ആൻഡ് യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ദേ വാണ്ട്, അല്ലേ? നിങ്ങളതിൽ പിരിക്കുന്ന ഫീസ് എന്തിനു ഉപയോഗിക്കണമെന്ന് സ്കൂൾ മാനേജർക്ക് തീരുമാനിക്കാം. മാത്രമല്ല, അയാളുടെ സ്വത്ത് വേണമെങ്കിൽ അയാൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത ഗുണം, ഇതാണ് ഏറ്റവും വലിയ ഗുണം. ദ കൺസ്യൂമർ ഹാസ് കംപ്ലീറ്റ് ഫ്രീഡം ഇൻ ദ മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ സോവർജിനിറ്റി. ഓക്കെ, സോവർജിനിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കസ്റ്റമറാണ് എന്തെന്ന് പറയുന്നത്? കിങ് എന്ന് പറയുന്നത്. കസ്റ്റമറാണ് കിങ്. ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് സ്കൂളുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കും, നിങ്ങൾ ഏത് സ്കൂളാണ്? സർക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടിയല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ ഏത് പ്രൈവറ്റ് സ്കൂൾ തീരുമാനിക്കും എന്നുള്ളത് ആ സ്കൂളിൻ്റെ ഗുണങ്ങളൊക്കെ നോക്കിയിട്ട്, അല്ലെ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയി ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ സർക്കാർ സ്കൂൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ സർക്കാർ നാളെ പറയുകയാണ് പ്രൈവറ്റ് സ്കൂളുകളെല്ലാം നിരോധിച്ചു. നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സർക്കാർ സ്കൂളിൽ, സർക്കാർ തുടങ്ങിയിട്ടുള്ള സ്കൂളിൽ പോയി ചേരണമെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫ്രീഡത്തിനാണോ അവകാശം? അല്ലെ നിങ്ങളുടെ ഫ്രീഡത്തിനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സിനാണോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ലല്ലോ, സർക്കാരിൻ്റെ തീരുമാനമല്ലേ. സർക്കാർ പറയുന്നു സ്കൂള് ഏത് ചേർന്നാൽ മതി, പ്രൈവറ്റിൽ പോകണ്ട, എയ്ഡഡിൽ പോകണ്ട, നേരെ സർക്കാർ സ്കൂളിൽ മാത്രം ചേർന്നാൽ മതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഓപ്ഷനില്ല. അല്ലെ ഇപ്പോൾ സർക്കാർ പറയുകയാണ് ഇനി തൊട്ട് ഇവിടെ പ്രൈവറ്റ് കാർ കമ്പനികളൊന്നും വേണ്ട, മാരുതി കാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഓപ്ഷൻസ് ഇല്ല. വാങ്ങാനാണെങ്കിൽ മാരുതി മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിക്കുക. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ആകുമ്പോൾ അങ്ങനെയല്ല. ക്യാപിറ്റലിസ്റ്റ് എന്താണ്? സർക്കാരിൻ്റെ ഇടപെടൽ കുറവായതുകൊണ്ട് തന്നെ എന്താണ്?
ഫ്രീഡം മൊത്തം നമ്മൾ കൺസ്യൂമേഴ്സിനാണ്. നമുക്ക് തീരുമാനിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ 10 കമ്പനിയുണ്ട്, 10 കാറുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാർ ഇഷ്ടമുള്ള എടുക്കാം, നമ്മുടെ ഇഷ്ടം. അതുപോലെ കസ്റ്റമർ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അവകാശം എവിടെയുണ്ട്? ക്യാപിറ്റലിസ്റ്റിലുണ്ട്. അതെവിടെ ഉണ്ടാവത്തില്ല? സോഷ്യലിസ്റ്റ് കാണത്തില്ല. കോമ്പറ്റീഷൻ അമംഗ് ഇൻഡസ്ട്രീസ്, തമ്മിൽ മത്സരമുണ്ട് അല്ലേ. സ്കൂളിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. ഇനി ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ നമ്മുടെ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, പണ്ടത്തെ USA എന്തിനു ഉദാഹരണമാണ്? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക് ഉദാഹരണമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി സീൻ ടുഡേ ഇൻ മെനി കൺട്രീസ് ദാറ്റ് ഫോളോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, സർക്കാരിൻ്റെ ഇടപെടൽ കൂടെ ഉണ്ട്. കാരണം അതില്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. കൺസ്യൂമേഴ്സിന് ഗുണമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അത് ഒരു നല്ല രീതിയിൽ രാജ്യം പോകാത്തതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ രാജ്യത്തും സർക്കാരിനോട് ഇടപെടും. സർക്കാരൊന്ന് നോക്കും, അങ്ങനെ തോന്നിയ ഇഷ്ടത്തിന് ഫീസ് തീരുമാനിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. സർക്കാരിന് ഒരു കൺട്രോൾ ഉണ്ടാവും. ഇനി സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ പഴയ റഷ്യ, USSR എന്നാണ് പറയുന്നത്, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അഥവാ പഴയ റഷ്യ എന്തൊരു എക്സാമ്പിളായിരുന്നു? ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് എക്സാമ്പിളായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം സർക്കാരിൻ്റെ കയ്യിലാണ്. നോക്കിയേ, ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മൊത്തം ഓൺ ചെയ്യുന്ന ആരാണ്? സർക്കാരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ജിയോ ഒന്നും കാണത്തില്ല. ഏത് മാത്രമേ കാണത്തുള്ളൂ? BSNL മാത്രമേ കാണുള്ളൂ എന്ന് ആലോചിച്ച് നോക്കിയേ, അടിപൊളിയായിരിക്കും അല്ലേ. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അതുപോലെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് കമ്മിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ മൊത്തം എടുക്കുന്നത്. അതായത് സർക്കാർ പാർലമെൻറ്റ് കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, സർക്കാർ ആയിരിക്കും തീരുമാനിക്കുന്നത്. പാർലമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൂടി അവരുടെ സമിതിയൊക്കെ വെച്ചിട്ട് സർക്കാർ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ, സർക്കാർ ആശുപത്രിയിൽ പോകുന്നു, അവിടുത്തെ OP ടിക്കറ്റിൻ്റെ പൈസ സർക്കാർ തീരുമാനിക്കും. അവിടെ എന്തൊക്കെ ചികിത്സ ഉണ്ടാക്കണം സർക്കാർ തീരുമാനിക്കും. അവിടുത്തെ ഡോക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം സർക്കാർ തീരുമാനിക്കും. അപ്പം അങ്ങനെ സർക്കാരാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നു. എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ആരുടെ കയ്യിലായിരിക്കും? സർക്കാരിൻ്റെ കയ്യിലായിരിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവത്തില്ല. പ്രധാന ഉദ്ദേശം സാമൂഹിക സുരക്ഷ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആയിരിക്കും പ്രധാന ഒബ്ജക്റ്റീവ്. എന്തല്ല? പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല. ക്യാപിറ്റലിസ്റ്റിൽ പ്രോഫിറ്റ് ആയിരുന്നു. മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടാവണം, ആരൊക്കെ വിൽക്കണം, എന്ത് വിലയ്ക്ക് വിൽക്കണം, അതൊക്കെ ആര് തീരുമാനിക്കും? സർക്കാർ തീരുമാനിക്കും. സെൻട്രൽ പ്ലാനിംഗ് കമ്മിറ്റി യൂട്ടിലൈസസ് റിസോഴ്സസ് കീപ്പിംഗ് ഇൻ വ്യൂ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് നാഷണൽ ഒബ്ജക്റ്റീവ് അല്ലേ. ഞാൻ പറഞ്ഞ പോലെ എന്താണ്? എത്ര രൂപയ്ക്ക് സാധനം വിൽക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഇറങ്ങണം, എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ വേണം, ഇതെല്ലാം സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി തീരുമാനിക്കും. അതനുസരിച്ച് പോയാൽ മതി. സപ്ലൈകോയിൽ സാധനങ്ങൾ വരുന്ന പോലെ നിങ്ങൾക്ക് ലുലു മാളിലും പോയി സാധനം വാങ്ങാം, സപ്ലൈകോയിലും പോയി വാങ്ങാം. സപ്ലൈകോയിൽ പോയി വാങ്ങുമ്പോൾ സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, ലുലു മാളിൽ പോകുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് കമ്പനികൾ തീരുമാനിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത് അല്ലേ. അവിടെ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ വലിയവനും ചെറിയവനും ഒന്നുമില്ല, എല്ലാവരും എന്താണ് ഒരുപോലത്തെ ഒരേ ക്വാളിറ്റി സാധനം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ ഇൻഇക്വാലിറ്റി മാറ്റുക. അതായത് കമ്മ്യൂണിസമാണ് കൂടുതലും ഇത് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഇത് ഫോളോ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ സൂപ്പറായിട്ട് തോന്നുമെങ്കിലും നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവെൻഷൻസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഈസ് ഓൾസോ സീൻ ടുഡേയ്സ് സോഷ്യലിസ്റ്റ് എക്കോണമി. സർക്കാർ സ്ഥാപനം മാത്രം കൊണ്ട് ഒരു കാരണവശാലും രാജ്യത്തിന് മുന്നേറാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റി? ഇപ്പോൾ പ്രൈവറ്റും കൂടി സപ്പോർട്ട് ചെയ്യാറുണ്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ. അപ്പോൾ രണ്ടും പ്യുവറായിട്ട് പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 2 ടൈപ്പ് എക്കോണമി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, പിന്നെ പഠിച്ചെന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റിൽ ഇൻഡിവിജ്വൽസ് തീരുമാനമെടുക്കുമ്പോൾ സോഷ്യലിസത്തിൽ ആര് തീരുമാനിക്കും? ഗവൺമെൻറ് തീരുമാനിക്കും. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. മാർക്കറ്റിലെ വില തീരുമാനിക്കുന്നത് വ്യക്തികൾ ആണെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അനുസരിച്ചാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ സർക്കാർ തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും പറ്റത്തില്ല. ക്യാപിറ്റലിസ്റ്റ് മാത്രമായിട്ടും പറ്റത്തില്ല, സോഷ്യലിസ്റ്റ് മാത്രമായിട്ടും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? രണ്ടും കൂടി ചേർത്ത് കൊണ്ടുവരാം. ഉദാഹരണം നമ്മുടെ ഇന്ത്യ. അവിടെ എന്താണുള്ളത്? ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? മിക്സഡ് എക്കോണമി എന്ന് വിളിക്കും. ദാറ്റ് കമ്പൈൻസ് സം ഫീച്ചേഴ്സ് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് എ സോഷ്യലിസ്റ്റ് എക്കോണമി. രണ്ടിനെയും കൂടി എന്ത് ചെയ്യും? പരസ്പരം കമ്പൈൻ ചെയ്യും. അതായത് അവിടെ പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്, ഗവൺമെൻറ് കമ്പനിയും ഉണ്ട്, ജിയോയും ഉണ്ട്, BSNL ഉണ്ട്, സപ്ലൈകോയും ഉണ്ട്, ലുലു മാളും ഉണ്ട്. പ്രോഫിറ്റബിലിറ്റിയും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ വെൽഫെയറും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാശുള്ളവന് ലുലു മാളിൽ പോയി വാങ്ങിക്കാം, സാധാരണക്കാരന് സപ്ലൈകോയിൽ പോയി വാങ്ങിക്കാം. രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ഗുണങ്ങൾ കിട്ടും അല്ലേ. മാത്രമല്ല പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടത്തിന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ റെഗുലേറ്റ് ചെയ്യാനും നമുക്ക് എന്തുണ്ട്? സ്ഥാപനങ്ങൾ ഉണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി കാണാൻ പറ്റും. നമുക്ക് പ്രൈവറ്റിൽ പോകണോ പബ്ലിക്കിൽ പോകണോ നമ്മുടെ ഇഷ്ടം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ് അല്ലേ. സാമ്പത്തിക പ്ലാനിങ്ങും ഇവിടെ ഉണ്ട്. സർക്കാർ വക മഞ്ഞക്കാർഡ്, വെള്ളക്കാർഡ്, റേഷൻ കാർഡ്, പല കാർഡുകളുണ്ട്.
അപ്പോൾ അത് സർക്കാരാണ് തീരുമാനിക്കുന്നത്, ഇന്ന കാർഡുകാരന് ഇന്നത് കൊടുക്കണം. അപ്പോൾ സാമൂഹിക ക്ഷേമം സർക്കാരിൻ്റെ കൺട്രോളിൽ തന്നെയാണ്, എന്നാൽ പ്രൈവറ്റും അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. ഗവൺമെൻറ് റെഗുലേഷൻ ഓഫ് കൊമോഡിറ്റി പ്രൈസ് ഇൻ സർട്ടൻ സെക്ടേഴ്സ്, അല്ലേ, ചിലയിടത്ത് സർക്കാർ തീരുമാനിക്കും. ഇപ്പോൾ നമുക്ക് ബാങ്ക് പലിശ, പ്രൈവറ്റ് ബാങ്കുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ബാങ്കുകളുണ്ടെങ്കിലും അതിനൊരു തീരുമാനം എടുക്കാൻ നമ്മുടെ റിസർവ് ബാങ്കിന് അധികാരമുണ്ട്. ബാങ്ക് പറയുന്ന പോലെ ചെയ്താൽ മതി. സ്കൂൾ ഫീസ് വാങ്ങുന്നതിൽ ഒരു കൺട്രോളുണ്ട്, ഇഷ്ടമുള്ളതൊക്കെ ഒന്നും വാങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ഗീവ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ, ചില സാധനങ്ങളുടെ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഉണ്ട്. ഇപ്പോൾ ഫ്യൂവലിൻ്റെ കാര്യത്തിനകത്തൊക്കെ പണ്ട് കാലത്ത് പറയുകയാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരുന്നു കൂടുതൽ. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ റിലയൻസ് പമ്പും നയാര പമ്പും പെട്രോൾ പമ്പും ഒക്കെ വരുന്നതിന് മുന്നേ HPയും BPCLും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു പബ്ലിക് സെക്ടറിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. രണ്ടും അവിടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കടാ, എക്കോണമി എത്ര ടൈപ്പ് ഉണ്ട്? 3. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. എന്താണ് ഫീച്ചേഴ്സ്? സ്വന്തമായി പ്രോപ്പർട്ടി ഓൺ ചെയ്യാനും അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. സർക്കാരിൻ്റെ ഇടപെടൽ വളരെയധികം കുറവാണ്. മാത്രമല്ല എന്താണ് നോക്കി, ഇൻഡിവിജ്വൽ ക്യാൻ സ്റ്റോർ റിസോഴ്സ് ആൻഡ് യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ദേ വാണ്ട്. നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും, അതായത് പൈസ അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനും നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൊടുക്കാനും ഒക്കെ ഉള്ള അവകാശം അവിടെ ഉണ്ട്. കൺസ്യൂമേഴ്സിന് ടോട്ടൽ ഫ്രീഡമാണ്. അല്ലാതെ ഇന്നതേ ചെയ്യാവൂ ഇന്നതേ പാടുള്ളൂ എന്ന് സർക്കാർ അവിടെ പറയത്തില്ല. കൺസ്യൂമർ സോവറിനിറ്റി അവിടെ ഉണ്ട്. മാത്രമല്ല മത്സരവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൺസ്യൂമേഴ്സിന് മാക്സിമം ഗുണം അവിടെ നിന്ന് കിട്ടും. പക്ഷേ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത് വരുന്നതാണ് എന്ത്? സോഷ്യലിസ്റ്റ് എക്കോണമി. എന്താ പ്രത്യേകത സോഷ്യലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരായിരിക്കും? സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സർക്കാരായിരിക്കും. ഓക്കെ, ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. ഓക്കെ, ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. സാമൂഹിക ക്ഷേമമായിരിക്കും പ്രധാന ഒബ്ജക്റ്റീവ്, പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല. ഗവൺമെൻറ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യും, വില വിവരമൊക്കെ സർക്കാർ തീരുമാനിക്കും. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലാണ് റിസോഴ്സുകളുടെ കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അതിനൊരു രാജ്യവ്യാപകമായ ഒബ്ജക്റ്റീവും ഉണ്ടാവും. ഇൻഇക്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതും സർക്കാരിന് മാത്രമായിട്ട് പോകുമ്പോഴത്തേക്കും രാജ്യത്തിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല, ഡെവലപ്മെൻറ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രൈവറ്റ് പാർട്ടീസും കൂടെ സോഷ്യലിസ്റ്റ് എക്കോണമിക്കകത്ത് ഉണ്ട്. ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ബുദ്ധിപരമായിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പണ്ട് തൊട്ടേ നമ്മൾ മിക്സഡ് എക്കോണമിയാണ് ചൂസ് ചെയ്തത്. അവിടെ രണ്ടും ഉണ്ട്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും നല്ല ഫീച്ചേഴ്സ് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്, പബ്ലിക് സെക്ടർ കമ്പനിയും ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്, സാമൂഹിക ക്ഷേമവും ഉണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഫിനാൻഷ്യൽ പ്ലാനിങ് സർക്കാർ നടത്തുന്നു, അതിലൂടെ പല സ്കീമുകൾ ലോഞ്ച് ചെയ്യുന്നു. എന്നാൽ പ്രൈവറ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നും ഉണ്ട്. കമോഡിറ്റി പ്രൈസിൽ ചിലതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ അരി അങ്ങനെ എസെൻഷ്യൽ സാധനങ്ങളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു കൺട്രോൾ എപ്പോഴും ഉണ്ടാകും. ഓക്കെ, എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കാര്യത്തിൽ സർക്കാരിന് പ്രയോറിറ്റി ഉണ്ടാകും. അപ്പോൾ മിക്സഡ് എക്കോണമിയുടെ ഗുണം എന്താണ്? നമ്മൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പ്രശ്നമില്ലാതാക്കാൻ പറ്റും. ഇനി മിക്സഡ് എക്കോണമി, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ മാർക്കറ്റ് ആൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അല്ലേ. അപ്പോൾ പ്രൈവറ്റിൻ്റെ ക്യാപിറ്റലിസ്റ്റിൻ്റെ മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് വൈസ് എക്കോണമിയും സോഷ്യലിസത്തിൻ്റെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, മിക്സഡ് കാണാൻ പറ്റും. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് മിക്സഡ് എക്കോണമി ആകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ടൈപ്പ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.